തങ്ങളുടെ MLA-മാർക്ക് മുഴുവൻ ഇനി മുതൽ പുതിയ കാർ. മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് പ്രതിമാസം അലവൻസ്. ജനപ്രതിനിധികൾക്ക് അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് തമിഴ്നാട് സർക്കാർ സ്വന്തം മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടി MLA-മാർക്ക് വേണ്ടി സഹായം നൽകുന്നത്. സർക്കാർ MLA-മാർക്ക് സഹായം നൽകണമെന്ന ആവശ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതിയ പ്രഖ്യാപനങ്ങൾ നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ MLA-മാർക്ക് സർക്കാർ ചെലവിൽ തന്നെ സൗകര്യമൊരുക്കുമെന്നും പ്രതിമാസം 75,000 രൂപ വാഹന അലവൻസായി കൊടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ചത്. ഇതിനു പുറകെ MLA ഓഫീസിൽ സഹായിയെ നിയമിക്കാൻ 25,000 രൂപ അനുവദിക്കുമെന്നും ഈ പ്രഖ്യാപനത്തിൽ പറയുന്നു. അതായത് വാഹന അലവൻസും ഓഫീസ് സഹായിക്കുമുള്ള തുകയും ചേർത്താൽ പ്രതിമാസം 1 ലക്ഷം രൂപയുടെ അധിക സൗകര്യം. മണ്ഡലത്തിലെ ജനങ്ങളെ നേരിൽ കാണാനും വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനും യാത്രാ സൗകര്യം അനിവാര്യമാണെന്ന ആവശ്യമാണ് ഈ ഉദ്ദേശത്തിന് പിന്നിൽ. നിലവിൽ സ്വന്തം വാഹനമില്ലാത്ത MLA-മാർക്ക് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്ന പരാതി ഇതിനോടകം തന്നെ ഉയർന്നു കേട്ടിരുന്നു. ഇതിന് പിറകെയാണ് സർക്കാർ തലത്തിൽ പുതിയ തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം മറ്റൊരു തീരുമാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. വനിതാ സർക്കാർ ജീവനക്കാരുടെ പ്രസവാവധിയിലും ഒരു മാറ്റം പ്രഖ്യാപിച്ചു. 3ാമത്തെ പ്രസവത്തിനും 1 വർഷം വരെ അവധി എന്നുള്ളതാണ് പുതിയ തീരുമാനം. നിലവിൽ ആദ്യ 2 പ്രസവങ്ങൾക്ക് 1 വർഷം വരെ അവധി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ 3ാമത്തെ പ്രസവത്തിന് അവധി കുറവായിരുന്നു. ഇതിനു പുറമെ ക്ഷീര കർഷകർക്കും ആശ്വാസ പ്രഖ്യാപനമുണ്ട്. സർക്കാരിൻ്റെ ക്ഷീര സഹകരണ സംവിധാനമായിട്ടുള്ള ആമനിലേക്ക് പാൽ നൽകുന്ന കർഷകർക്ക് ലിറ്ററിന് ലഭിക്കുന്ന വില 38 രൂപയായിരുന്നു. എന്നാൽ 38-ൽ നിന്നും ഒറ്റയടിക്ക് 41 രൂപയായി ഉയർത്തി എന്നതാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. 3 ലക്ഷത്തിലധികം വരുന്ന ക്ഷീര കർഷകർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയമായും ശ്രദ്ധേയമാണ്. ജനപ്രതിനിധികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നത് അവരുടെ മണ്ഡലത്തിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണെന്നാണ് സർക്കാർ വാദം. കാറ്, അലവൻസ്, ഓഫീസ് ജീവനക്കാർ, ഒപ്പം വനിതാ ജീവനക്കാർക്കും ക്ഷീര കർഷകർക്കും പ്രഖ്യാപനങ്ങൾ നടത്തി സർക്കാർ മുന്നേറുകയാണ്. പുതിയ സർക്കാരിൻ്റെ ജനപ്രതിനിധി കേന്ദ്രീകൃത പ്രഖ്യാപനങ്ങൾ ഇനി രാഷ്ട്രീയ ചർച്ചയാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.